ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കോപ്പറേറ്റീവ് ബൂസ്റ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KCS ആക്ട് അല്ലേ, KCS ആക്ട് ചാപ്റ്റർ 1 ആണ്. നമുക്കറിയാം 16 ചാപ്റ്ററുകളായിട്ടാണ് നമ്മൾ KCS ആക്ടിനെ ഡിവൈഡ് ചെയ്തേക്കുന്നത് അല്ലേ. എത്രയാണ്? 16 ചാപ്റ്റർ KCS ആക്ടിലും 15 ചാപ്റ്റർ KCS റൂൾസിലും ഉണ്ട്. ഒന്നുകൂടെ ഓർത്ത് വെച്ചേക്കുക, 16 ചാപ്റ്ററാണ്. അപ്പം അതിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഉൾപ്പെടുന്നത് ഞാൻ പറഞ്ഞു, ഈ 110 സെക്ഷൻസിനെ 16 ചാപ്റ്ററുകളിലേക്കായിട്ടാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ചാപ്റ്റർ 1 നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 1 സെക്ഷൻ 2 രണ്ട് സെക്ഷൻസ് ആണ് ചാപ്റ്റർ 1 പഠിക്കാൻ പോകുന്നത്. അതൊക്കെയാണ് സെക്ഷൻ 1 സെക്ഷൻ 2 നമ്മൾ ഈ ആദ്യത്തെ ചാപ്റ്റർ ഒന്നാം പാഠം എന്ന് പറയാം അല്ലേ. പണ്ട് നമ്മൾ പാഠം 1 പാഠം 2 എന്നൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ പാഠം 1 അല്ലെങ്കിൽ ചാപ്റ്റർ 1 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ഷൻ 1 അതുപോലെ എത്രയാണ് സെക്ഷൻ 2 ആണ്. അപ്പോൾ നമ്മളിത് 2 പാർട്ടാണ് ചെയ്യുക, കാരണം ഒരുപാടുണ്ട്. കാരണം നമുക്ക് സെക്ഷൻ 1 വളരെ സിമ്പിളാണ്, 3 കാര്യം പഠിച്ചാൽ മതി. സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനങ്ങളാണ്, ഡെഫിനേഷൻസ് ആണ്. അത് നമുക്ക് കുറേ അധികം പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളിത് എന്താണ് 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ക്ലാസ്സസ് കണ്ട് പ്രോപ്പറായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഓരോ പാർട്ട് ബൈ പാർട്ടായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ എപ്പോഴും ക്ലാസ്സിന് മുമ്പാണ് നിങ്ങളൊരു ബുക്കും പെന്നും ഉണ്ടായിരിക്കുക. പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ ഞാനിവിടെ പ്രോപ്പറായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞാണ് പോകുന്നത്. ഈ പറഞ്ഞു പോകുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാരണം ഏതൊക്കെയാണെന്ന് പറയും. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോട്ട് ചെയ്തേക്കുക. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഓക്കെ, ഇപ്പൊ ചാപ്റ്റർ 1 എന്താണ്? പ്രിലിമിനറി എന്ന് പറയും. എന്താണ് പറയുന്നത്? ചാപ്റ്റർ 1 പ്രിലിമിനറി അല്ലെ, പ്രാരംഭം എന്ന് മലയാളത്തിൽ പറയാം. അതിലെ ചാപ്റ്റർ 1 പറയുന്നത് പ്രിലിമിനറി അല്ലെ, പ്രാരംഭം എന്ന് പറയുന്നു. അതിലെ സെക്ഷൻ 1 പറയുന്നത് 3 കാര്യങ്ങളാണ്. ഓക്കെ, നമ്മൾ സെക്ഷൻ 1 നമ്മൾ അന്ന് പഠനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. സെക്ഷൻ 1 പറയുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് ഷോർട്ട് ടൈറ്റില്, ഒന്ന് അതിന്റെ എക്സ്റ്റെൻഡ്, പിന്നെന്താണ് അതിന്റെ കമൻസ്മെന്റ്. ഷോർട്ട് ടൈറ്റിൽ എന്ന് പറയുന്നതാണ് ചുരുക്കപ്പേര് എന്ന് പറയും. അതായത് നമ്മൾ ഈ ആക്ടിനെ ഏത് പേരിലാണ് വിളിക്കുന്നത്, അല്ലെ ഈ ആക്ട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്, അതാണ് ഷോർട്ട് ടൈറ്റിൽ. അതാണെന്ന് വെച്ചാൽ എന്താ അർത്ഥം നോക്കുക, ഇത് ചുരുക്കപ്പേര്. മലയാളത്തിൽ ഇതിന്റെ പ്രോപ്പർ മലയാളം കൂടെ ഞാൻ ഈ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഷോർട്ട് ടൈറ്റിൽ എന്ന് പറയുന്നത് എന്താണ്? ചുരുക്കപ്പേര്. വ്യാപ്തി, എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ വ്യാപ്തിയാണ്. ഇതിന്റെ എന്താണ് പറയാ, ആ ഒരു വ്യാപ്തിയെ കുറിച്ചാണ് പറയുക. മൂന്നാമത് പറയുന്നത് എന്താണ്? അതിന്റെ കമൻസ്മെന്റ് ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം, ഓരോന്നും നോക്കാം. അപ്പൊ ആദ്യം പറയുന്നത് എന്താണ്? ഷോർട്ട് ടൈറ്റിലാണ് പറയുന്നത്. ദിസ് ആക്ട് മേ ബി കോൾഡ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969. അത്രേ ഉള്ളൂ. ഈ ആക്ട് അറിയപ്പെടുന്നത് എന്താണ് അല്ലെ? ഇതിന് എന്താ പറയുക, ഈ നിയമത്തെ വിളിക്കപ്പെടുന്നത് കേരള സഹകരണ സംഘം നിയമം അല്ലെങ്കിൽ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നാണ് ഇതിന്റെ ചുരുക്കപ്പേര്. ഇതിനെ വിളിക്കുന്നതെന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, രണ്ടാമത് പറഞ്ഞത് അതിന്റെ എക്സ്റ്റൻഷൻ ആണ് അല്ലെ, അതിന്റെ വ്യാപ്തി അല്ലെങ്കിൽ പ്രാബല്യം. ഇപ്പൊ എന്താണ് അർത്ഥമാക്കുക? IT എക്സ്റ്റെൻഡ് ടു ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള. ഇതിന് കേരള സംസ്ഥാനം മുഴുവനായി പ്രാബല്യം ഉണ്ടായിരിക്കും. നമ്മുടെ കേരള സംസ്ഥാനത്ത് എന്താണ് എല്ലാ സഹകരണ സംഘങ്ങളും ഈ നിയമം അനുശാസിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതാണ് ഈ നിയമത്തിന്റെ എക്സ്റ്റൻഷൻ. എന്താണ്? സ്റ്റേറ്റ്, ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയും അല്ലെ. കേരള സംസ്ഥാനം മുഴുവനായി ഇതിന് പ്രാബല്യം ഉണ്ടായിരിക്കും. അല്ലാതെ കുറച്ച് സ്ഥലമല്ല, കേരളം ഫുള്ള് ഈ ഒരു ആക്ടിനാണ് എക്സ്റ്റൻഷൻ വരിക, അല്ലെങ്കിൽ വ്യാപ്തി അല്ലെ. ഇതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് കേരള സംസ്ഥാനം ഫുള്ളാണെന്ന് ഓർത്ത് വെച്ചേക്കുക. മൂന്നാമത് പറയുന്നത് എന്താണ്? കമൻസ്മെന്റിനെ കുറിച്ചാണ് അല്ലെ. കമൻസ്മെന്റ് ഇതിന്റെ ആരംഭമാണ്. അപ്പൊ ഇവിടെ പ്രോപ്പർ ആയിട്ട് ആക്ടിൽ പറയുന്നുണ്ടോ എന്ന് ചോദിച്ചാലില്ല. നമ്മളത് മനസ്സിലാക്കുക, ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത രീതി എന്നാണ് പറയുന്നത്. നോക്കി, ഇറ്റ് ഷാൾ കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ സച്ച് ഡേറ്റ് ആസ് ദ ഗവൺമെന്റ് മേ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഗസറ്റ് അപ്പോയിന്റ് എന്നാണ് പറയുക അല്ലെ. ഈ നിയമം സംസ്ഥാന സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതിയിൽ പ്രാബല്യത്തിൽ വരും. ഇപ്പൊ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുന്നത് എന്താണ്? 15/5/1969 അല്ലെ. എന്താണ്? 15/5/1969, 15/5/1969 ഇത് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ പഠിച്ചു. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറയുന്നത്. അപ്പൊ നോക്കിയാൽ സെക്ഷൻ 1 3 കാര്യങ്ങൾ പറയുന്നു. ഷോർട്ട് ടൈറ്റിൽ, എക്സ്റ്റെൻഡ്, കമൻസ്മെന്റ്. ഷോർട്ട് ടൈറ്റിൽ എന്താണ്? നിങ്ങൾ എഴുതി വെച്ചാൽ മതി. KCS ആക്ട് 1969 അല്ലെ. KCS ആക്ട് 1969. ഇനി എന്താണ്? അതിന്റെ എക്സ്റ്റൻഷൻ, അതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് കേരള സംസ്ഥാനം ഒട്ടാകെ ഇത് വാലിഡ് ആണ് അല്ലെ. കേരള സംസ്ഥാനം ഒട്ടാകെ അതാണ് പറയുക. എക്സ്റ്റെൻഡ് ടു ദ ഹോൾ ഓഫ് ദി സ്റ്റേറ്റ് ഓഫ് കേരള. കേരള സംസ്ഥാനം ഫുള്ള് ഇതിന് വാലിഡിറ്റി ഉണ്ടാകും, ഇതിന് എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും, ഇതിന് വ്യാപ്തി ഉണ്ടായിരിക്കും. ഇനി മൂന്നാമത് പറയുന്നത് എന്താണ്? കമൻസ്മെന്റ്. എന്ത് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് പറയുക. ഇവിടെ നമ്മുടെ നിയമത്തിൽ പറഞ്ഞ എന്താണ് പറയുക? ഗസറ്റ് വിജ്ഞാപനത്തിൽ അല്ലെ. ഈ നിയമം സംസ്ഥാന സർക്കാർ ഗസറ്റ് വിജ്ഞാപനത്തിൽ പ്രസിദ്ധീകരിക്കുന്ന തീയതിയിൽ പ്രാബല്യം എന്നാണ് പറയുക. അപ്പൊ 15/5/1969 നമ്മൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ അത് പഠിച്ചു പോകും. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് നിർവചനങ്ങൾ അല്ലെങ്കിൽ ഡെഫിനേഷൻസ് എന്ന് പറയും.
ഡെഫിനീഷൻസ്, നിർവചനങ്ങൾ. എന്താണ് ഈ നിയമത്തിൽ സന്ദർഭം അനുസരിച്ച് മറ്റു പ്രകാരം വ്യാഖ്യാനം ഇല്ലാത്ത പക്ഷം എന്നൊക്കെയാണ് പറയാം. ഇൻ ദിസ് ആർ അൺലെസ് ദ കണ്ടക്ട് അതർവൈസ് റിക്വയർസ്. നിങ്ങൾ അതൊന്നും നോക്കണ്ട. ഇതൊക്കെ എന്താണ് നിയമപരമായിട്ടുള്ള ടൈംസുകളാണ്. നമ്മൾ ജസ്റ്റ് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി പോവുക, അത്രേ ഉള്ളൂ. ഓക്കെ. ഇപ്പൊ സെക്ഷൻ 2A അല്ലെ, സെക്ഷൻ 2 എന്താണ്? സെക്ഷൻ 2 എന്താണ്? നിർവചനങ്ങൾ, ഡെഫിനീഷൻസ് കേട്ടോ. സെക്ഷൻ 2 ഡെഫിനീഷൻസ് ആണ്. സെക്ഷൻ 2A എന്തിനെ കുറിച്ച് പറഞ്ഞു ഇതൊന്ന് മനസ്സിലാക്കണം. അപ്പെക്സ് സൊസൈറ്റി അല്ലെ, അപ്പെക്സ് സംഘം അല്ലെങ്കിൽ അപ്പെക്സ് സൊസൈറ്റി എന്താണെന്നാണ് ഇവിടെ നിർവചിക്കുകയാണ്, ഡിഫൈൻ ചെയ്യുകയാണ്. എന്താണ് ഒരു അപ്പെക്സ് സംഘം? അപ്പോൾ നമ്മളത് മനസ്സിലാക്കി പോയാൽ മതി. ഇത് ഇതുപോലെ ഒരിക്കലും കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഒരു സംഘം അപ്പെക്സ് സൊസൈറ്റി ആയിരിക്കണമെന്നുണ്ടെങ്കിൽ അവർ 3 കണ്ടീഷൻ പാലിക്കണം. ആ 3 കണ്ടീഷനാണ് ഞാൻ പറയുന്നത്. ഒന്നാമത് പറയുന്നത് അപ്പെക്സ് സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹാവ് ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. അപ്പൊ ഒരു അപ്പെക്സ് സംഘത്തിന്റെ പ്രവർത്തന പരിധി എന്ന് പറയുന്നത് സംസ്ഥാനം ഫുൾ ആയിരിക്കും അല്ലെ. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഹൗ ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഒരു സംസ്ഥാനം ഫുള്ള് എന്താണ് ഇതിന് പ്രവർത്തന പരിധി വരുന്നുണ്ട് അല്ലെ. ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. മനസ്സിലായല്ലോ എന്താണ് ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. ഒരു സംഘം അപ്പെക്സ് ആയിരിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ആ സംഘം എന്ത് ചെയ്യുന്നത്, സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്തായിരിക്കണം? ആ സംഘത്തിന്റെ പ്രവർത്തന പരിധി ഒരു സംസ്ഥാനം ഫുൾ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ കണ്ടീഷനായ. രണ്ടാമത് പറയാണ് ആൻഡ് ഹാവിങ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി അതർ സൊസൈറ്റി വിത്ത് സിമിലർ ഒബ്ജക്ട്. ഒരേ ലക്ഷ്യമുള്ള മറ്റ് സംഘങ്ങളായിരിക്കും ഇവിടുത്തെ അംഗങ്ങൾ എന്ന് പറയുക. മനസ്സിലായില്ലേ? ഒന്നാമത് പറയുന്നു സംസ്ഥാനം ഫുള്ള് പ്രവർത്തന പരിധി വേണം. രണ്ടാമത് പറയുന്നത് എന്താണ്? വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നുണ്ട് ആൻഡ് ഹാവിങ് ആസ് ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി അതർ സൊസൈറ്റി വിത്ത് സിമിലർ ഒബ്ജക്ട്. ഒരേ സ്വഭാവമുള്ള മറ്റ് സംഘങ്ങളായിരിക്കും ഇവിടുത്തെ മെമ്പേഴ്സ്. അപ്പൊ കണ്ടീഷൻ നമ്പർ 2 പാലിച്ചു. ഇനിയും പറയുന്നുണ്ട് മൂന്നാമത്തെ എന്താണ്? ആൻഡ് ഡിക്ലെയർഡ് ആസ് സച്ച് ബൈ ദ രജിസ്ട്രാർ. അപ്പം ഒരു സംഘം അപ്പെക്സ് ആണെന്ന് ഡിക്ലെയർ ചെയ്യുന്ന ആരാണ്? രജിസ്ട്രാർ ആണ്. ക്ലിയർ ആയില്ലേ? എന്താണ് പറയുക? അപ്പെക്സ് സൊസൈറ്റി എന്ന് പറയുന്നത് എന്താണ്? ഹൗ ദ ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ആസ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ. എന്റെ കൂടെ അങ്ങ് പിടിച്ചു പോക്കി. ഒരു സംസ്ഥാനം ഫുള്ള് പ്രവർത്തന പരിധി ഉണ്ടായിരിക്കണം. ഒരേ സ്വഭാവമുള്ള. രണ്ടാമത്തെ കണ്ടീഷൻ ഇതാണ്. ഞാൻ കണ്ടുണ്ട് ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺലി അതർ സൊസൈറ്റി വിത്ത് സിമിലർ ഒബ്ജക്ട്. ഒരേ സ്വഭാവമുള്ള മറ്റ് സംഘങ്ങളായിരിക്കണം അംഗങ്ങൾ. പിന്നെ ഒരു സംഘം അപ്പെക്സ് ആണെന്ന് ആരാണ് ഡിക്ലെയർ ചെയ്യുന്നത് ചോദിച്ചാൽ അത് രജിസ്ട്രാർ ആണ് ഡിക്ലെയർ ചെയ്യുക. ക്ലിയർ ആയില്ലേ? ഫോർ ഉദാഹരണം നോക്കിയാൽ കേസ് കാർഡ് ബാങ്ക് അല്ലെ അപ്പെക്സ് സംഘമാണ് അല്ലെ. സംസ്ഥാനം ഫുൾ അതിന്റെ പ്രവർത്തന പരിധി ഉണ്ട്. ആരാണ് മെമ്പേഴ്സ്? പി കാർഡ് ബാങ്കിലെ അവിടുത്തെ മെമ്പേഴ്സ് ആയിട്ട് വരിക. ഒരേ സ്വഭാവമുള്ള എല്ലാം എന്താണ് പി കാർഡ് ബാങ്കിന്? ഒരേ സ്വഭാവമുള്ള പി കാർഡ് ബാങ്കിലെല്ലാം ഒരേ സ്വഭാവമാണ് അവരുടെ പ്രൈമറി ലെവലിൽ വരുന്നത്. അപ്പോൾ ഒരേ സ്വഭാവമുള്ള മറ്റ് സംഘങ്ങളെ അംഗങ്ങളാക്കുന്നതും സംസ്ഥാനം ഫുള്ള് പ്രവർത്തന പരിധി ഉള്ളതും രജിസ്ട്രാർ ഡിക്ലെയർ ചെയ്യണം. ഈ സംഘം അപ്പെക്സ് ആണെന്ന് ആര് ഡിക്ലെയർ ചെയ്യണം? രജിസ്ട്രാർ ഡിക്ലെയർ ചെയ്യുന്നതുമായ സംഘങ്ങളെയാണ് അപ്പെക്സ് സംഘം എന്ന് പറയുന്നത്. കേരള ബാങ്ക്, കേസ് കാർഡ് ബാങ്ക്, മാർക്കറ്റ് ഫെഡ്, കേരള ഫെഡ് അങ്ങനെ കിടക്കാണ് അപ്പെക്സ് സംഘങ്ങൾ. അപ്പെക്സ് സംഘങ്ങളിലേക്കുള്ള അപ്പോയിന്റ്മെന്റ് നടത്തുന്ന ആരാണ്? ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, അത് കേരള PSC ആണ്. ഓക്കെ. ഇപ്പൊ നമുക്ക് കേരള ഫെഡ്, കേരള ബാങ്ക്, എന്താണ് പറയുക? കേരള ഫെഡ്, കേരള ബാങ്ക്, കേസ് കാർഡ് ബാങ്ക്, മാർക്കറ്റ് ഫെഡ് ഇതിലേക്കൊക്കെ അപ്പോയിന്റ്മെന്റ് നടത്തുന്നതാണ് കേരള PSC അല്ലേ. അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം അപ്പെക്സ് സംഘം എന്താണെന്ന് മനസ്സിലായി അല്ലെ. അപ്പെക്സ് സംഘം എന്താണെന്ന് മനസ്സിലായി. രണ്ടാമത് ഡിസ്കസ് ഇനി ചെയ്യാൻ പോകുന്നത് A2Aയിൽ അപ്പെക്സ് അസിസ്റ്റഡ് സംഘങ്ങളാണ് അല്ലെ. സഹായിക്കപ്പെട്ട സംഘം എന്ന് പറയുന്നത്. സഹായിക്കപ്പെട്ട സംഘം നോക്കാം. ഇവിടെ പറയുന്നുണ്ട് അസിസ്റ്റഡ് സൊസൈറ്റി മീൻസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. അസിസ്റ്റഡ് സംഘം എന്ന് പറഞ്ഞാൽ ഒരു സഹകരണ സംഘമാണ്. വിച്ച് ഹാസ് റിസീവ്ഡ് ദ ഗവൺമെന്റ് അസിസ്റ്റൻസ് ഇൻ ദ ഫോം ഓഫ് ഷെയർ ക്യാപിറ്റൽ, ലോണ്, grant or any other financial assistance or any guarantee by the government or from boards constituted by the government for repayment of loan, interest or deposit. ഒന്നും ഇവരുടെ ഗവൺമെന്റിന്റെ സഹായം സ്വീകരിക്കുന്ന സംഘങ്ങളെയാണ് ഈ അസിസ്റ്റഡ് സൊസൈറ്റീസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നോക്കിയാലോ എന്താണ് അസിസ്റ്റഡ് സംഘം? മീൻസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ഹാസ് റിസീവ്ഡ് ദ ഗവൺമെന്റ് അസിസ്റ്റൻസ്. ഗവൺമെന്റിന്റെ സഹായം അല്ലെ. ഏതൊക്കെ രീതിയിൽ സഹായങ്ങൾ മേടിക്കാം? ഒന്ന്, ഇൻ ദ ഫോം ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഗവൺമെന്റ് ഒരു സംഘത്തിലെ ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്താൽ ആ സംഘം ഗവൺമെന്റിന്റെ അസിസ്റ്റഡ് സംഘമാണ്. അല്ലെങ്കിൽ അസിസ്റ്റഡ് സംഘമാണെന്ന് ഓർത്ത്. ഒന്ന് എന്താണ് ഷെയർ ക്യാപിറ്റൽ രീതിയിൽ, ഇൻ ദ ഫോം ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഗവൺമെന്റ് ഏതെങ്കിലും സംഘത്തിന്റെ ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്താൽ എന്താണ് ആ സംഘം ഗവൺമെന്റ് അസിസ്റ്റഡ് സംഘമാണ്. അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ലോൺ സ്വീകരിച്ചാൽ
നിങ്ങൾ ഗവൺമെന്റ് അവിടെ ഷെയർ ക്യാപിറ്റൽ എന്താണ് ഷെയർ ക്യാപിറ്റൽ സബ്സ്ക്രൈബ് ചെയ്താൽ, അല്ലെങ്കിൽ ഗവൺമെന്റ് ലോൺ നൽകിയാൽ, അല്ലെങ്കിൽ ഗവൺമെന്റ് ഗ്രാന്റ് നൽകിയാൽ, അല്ലെങ്കിൽ ഓർ എനി അതർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഗവൺമെന്റ് സഹായിച്ചാൽ, അല്ലെങ്കിൽ ഓർ എനി ഗ്യാരണ്ടി ബൈ ദ ഗവൺമെന്റ് ഗ്യാരണ്ടി നിൽക്കുകയാണ്. അതുപോലെ കേസ് കാർഡ് ബാങ്കിന്റെ കാര്യം നമുക്ക് അറിയാം അല്ലെ. കേസ് കാർഡ് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചറിന് ഗ്യാരണ്ടി നിൽക്കുന്ന ഗവൺമെന്റ് ആണ്, ശരിയല്ലേ? അപ്പൊ അതും ഒരു അസിസ്റ്റൻസ് ആണ്, അതും ഒരു രീതിയിലുള്ള അസിസ്റ്റൻസ് ആണ്. അല്ലെങ്കിൽ പറയാണ് ഓർ ഫ്രം ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ബോർഡുകളിൽ നിന്നും എന്താണ് അസിസ്റ്റൻസ് എന്താ പറയുക ഗ്യാരണ്ടി ലഭിച്ചാൽ അല്ലെ പറയാം. ഓർ ഫ്രം ബോർഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ റീപേയ്മെന്റ് ഓഫ് ലോൺ, ഇൻട്രസ്റ്റ് ഓർ ഡെപ്പോസിറ്റ്. ഇപ്പം എന്താണ് ഇൻട്രസ്റ്റിനോ അല്ലെങ്കിൽ എന്താണ് ഡെപ്പോസിറ്റിനോ അല്ലെങ്കിൽ ലോണിനൊക്കെ എന്താണ് ഇതിന്റെയൊക്കെ റീപേയ്മെന്റുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ബോർഡ് ഗ്യാരണ്ടി നിന്നാലും ആ സംഘത്തിന് എന്താണ് അസിസ്റ്റഡ് സംഘം എന്ന് പറയും. പച്ച മലയാളത്തിൽ വളരെ സിമ്പിൾ ആണെന്ന് പറഞ്ഞ എന്താണ് ഗവൺമെന്റിന്റെ എന്തെങ്കിലും സഹായങ്ങൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ബോർഡിന്റെ സഹായങ്ങൾ സ്വീകരിക്കുന്ന സംഘങ്ങളെ നമുക്ക് അസിസ്റ്റഡ് സൊസൈറ്റി എന്ന് പറയാം. ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ബോർഡ് സഹായം നൽകുന്ന ഒന്നെങ്കിൽ എന്താണ് അവരുടെ ഗ്യാരണ്ടി നിന്നുകൊണ്ടാണ് ലോണും ഇൻട്രസ്റ്റും ഡെപ്പോസിറ്റും ഒക്കെ തിരിച്ചടയ്ക്കാൻ എന്താണ് അവിടെ ഗ്യാരണ്ടി നിൽക്കുകയാണെങ്കിൽ അതും ഒരു അസിസ്റ്റൻസ് ആണെന്ന് ഓർത്ത് വെച്ച്. ഇവിടെ പറയുന്നുണ്ട് അല്ലെ, സർക്കാരിൽ നിന്നും ഓഹരി മൂലധനം, പ്രോപ്പർ മലയാളത്തിൽ പറഞ്ഞെങ്കിലാണ് സർക്കാരിൽ നിന്നും ഓഹരി മൂലധനം ഷെയർ ക്യാപിറ്റലോ അല്ലെങ്കിൽ ലോൺ വായ്പയോ അല്ലെങ്കിൽ ധനസഹായം അല്ലെ ധനസഹായം അല്ലെങ്കിൽ മറ്റു സാമ്പത്തിക സഹായമോ അല്ലെ ഏതെങ്കിലും സർക്കാർ ജാമ്യമായോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപിച്ച ബോർഡുകളിൽ നിന്നോ വായ്പ തിരിച്ചടവിനോ പലിശ നൽകുന്നതിനോ അല്ലെങ്കിൽ നിക്ഷേപമോ നൽകിയിട്ടുള്ള സംഘം എന്നാകുന്നു. അത്രയേ ഉള്ളൂ അല്ലെ. ഓർ ഫ്രം ബോർഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെന്റ് ഫോർ റീപേയ്മെന്റ് ഓഫ് ലോൺ, ഇൻട്രസ്റ്റ് ഓർ ഡെപ്പോസിറ്റ്. അവിടെ നിന്ന് ഫണ്ട് കിട്ടിയാൽ അല്ലെങ്കിൽ അവർ ഗ്യാരണ്ടി നിൽക്കുകയാണെങ്കിൽ എല്ലാം എന്താണ് നമുക്ക് സംഘങ്ങളെ അസിസ്റ്റഡ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഗണത്തിൽ ഉൾപ്പെടുത്താം. പച്ച മലയാളത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും സഹായം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് ബോർഡിൽ നിന്നും എന്തെങ്കിലും സഹായങ്ങളൊക്കെ സ്വീകരിക്കുന്ന സംഘങ്ങളെ അസിസ്റ്റഡ് സംഘം എന്ന് പറയാം. ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക, കേരളത്തിലെ എല്ലാ സംഘങ്ങളും എന്താണ് അസിസ്റ്റഡ് സൊസൈറ്റീസ് ആണ്. ഗവൺമെന്റ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കേരളത്തിലെ എല്ലാ സംഘങ്ങളെയും സഹായിക്കുന്നുണ്ട്. അപ്പൊ അതോടെ മനസ്സിലാക്കി പോവാ കേരളത്തിലെ എല്ലാ സംഘങ്ങളും എന്താണ് അസിസ്റ്റഡ് സംഘമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പൊ സെക്ഷൻ 2A അപെക്സ് സംഘം, 2AA അസിസ്റ്റഡ് സംഘം. അടുത്ത പഠിക്കാൻ പോകുന്ന 2AB. എന്താണ് 2AB? ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. സഹകരണ സംഘത്തിന്റെ ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ചാണ് പറയുന്നത്. സഹകരണ സംഘങ്ങളിലെ കണക്കുകളുടെ പരിശോധന. എല്ലായിടത്തും സഹകരണ സംഘങ്ങളിലെ കണക്കുകളുടെ പരിശോധന വളരെ ബൃഹത്തായിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഭാഗമാണ് ഓഡിറ്റിംഗ് എന്ന് പറയുക. അപ്പൊ നമ്മള് സെക്ഷൻ 63, സെക്ഷൻ 64 പിന്നെ അതുമായി ബന്ധപ്പെട്ട റൂളുകളൊക്കെ പഠിക്കുമ്പോഴാണ് പ്രോപ്പറായിട്ട് നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, എത്രത്തോളം പ്രാധാന്യമുണ്ട് ഇതിനൊന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ സെക്ഷൻ 63, 64 പഠിക്കുമ്പോഴാണ് അതിന്റെ പ്രാധാന്യം, അതിന്റെ സ്കോപ്പ്, പിന്നെ എന്താണ് അതിന്റെ ഒരു നടപടിക്രമം അതൊക്കെ പഠിക്കണം കേട്ടോ. ഇവിടെ ഡെഫിനേഷൻ എന്താണ് പറയുന്നത്, എങ്ങനെയാണ് ഇവിടെ ഇതിനെ ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളിലെ കണക്കുകളുടെ പരിശോധന എങ്ങനെയാണ് ഇവിടെ വ്യാഖ്യാനിക്കുന്നത് അല്ലെങ്കിൽ നിർവചിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. പറയുന്നുണ്ട് ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് എന്താണ് എ ക്ലോസ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഓവർ ഡ്യൂ ഡെപ്റ്റ് ഇഫ് എനി, പിന്നെ മെയിൻ്റെനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്, ഡോക്യുമെന്റ് ആൻഡ് അതർ റെക്കോർഡ്സ് ഓഫ് എ ബിസിനസ്, പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് ഇൻക്ലൂഡ്സ് ആൻ ഇൻക്വയറി ഇൻ ടു ദ അഫെയർ ഓഫ് ദ സൊസൈറ്റി ആൻഡ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഓർഡർ ടു അസർട്ടൈൻ the correctness of accounts and the extent to which its activities were useful in promoting the economic welfare of the members in accordance with the cooperative principles. നിങ്ങൾ നോക്കുമ്പോൾ എന്താണ് സാറങ്ങ് ഞാനങ്ങ് വായിച്ചു വിടുക അല്ലേ, ഞാനങ്ങ് വായിച്ചു വിടുക. പക്ഷെ നമുക്ക് ഓരോന്നായിട്ട് നോക്കി പഠിക്കാം. ജസ്റ്റ് വായിച്ചു വിടുക, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയതാണ്, അല്ലെ ഒന്ന് വായിച്ച് നിങ്ങളെ മനസ്സിലാക്കിയതാണ്. നമുക്ക് ഇതിന്റെ ഓരോ പോയിന്റുകൾ നോക്കാം. പറയുന്നുണ്ട് ഒരു ക്ലോസ് മീൻസ് എ ക്ലോസ് എക്സാമിനേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ അല്ലെ. എന്താണ് പറയുക, എന്താ അർത്ഥമാക്കുക? സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ അല്ലെ, സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച്. പിന്നെന്താണ് കുടിശ്ശിക കടക്കണക്ക്, ഓവർ ഡ്യൂ ഡെപ്റ്റ് ഇഫ് എനി. സംഘത്തിന് എന്തെങ്കിലും കുടിശ്ശിയുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഓവർ ഡ്യൂ ഡെപ്റ്റ് എന്ന് പറയുക. നമ്മുടെ സഹകരണ ഓഡിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഓവർ ഡ്യൂ ഡെപ്റ്റ് കണ്ടെത്തുക എന്നൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. ഇപ്പൊ നോക്കിയേ, സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ, പിന്നെ ഓവർ ഡ്യൂ ഡെപ്റ്റ് ഇഫ് എനി എന്ന് പറയുന്നതാണ് കുടിശ്ശിക കടക്കണക്ക്, കുടിശ്ശികളെ കുറിച്ചുള്ള കണക്കുകൾ,
പിന്നെന്താണ് മെയിൻ്റെനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്ന വിധം അല്ലെ, സംഘത്തിൽ എങ്ങനെയാണ് കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്ന വിധം അല്ലെ, അതാണ് പറയുക മെയിൻ്റെനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. പിന്നെ പറയുന്നത് എന്താണ് ഡോക്യുമെന്റ് ആൻഡ് അതർ റെക്കോർഡ്സ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രധാനപ്പെട്ട രേഖകൾ, വ്യാപാരം സംബന്ധിച്ച എന്താണ് രേഖകൾ, അതായത് ഡോക്യുമെന്റ് ആണ് പ്രധാനപ്പെട്ട രേഖകൾ, പിന്നെ ആൻഡ് അതർ റെക്കോർഡ്സ് ഓഫ് ബിസിനസ് വ്യാപാരവുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകൾ അല്ലെ, ഇതൊക്കെ എന്താണ് പ്രോപ്പർ ആയിട്ട് ക്ലോസ് എക്സാമിൻ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് എക്സാമിൻ ചെയ്യണം. ക്ലോസ് എക്സാമിനേഷൻ എന്തൊക്കെയാണ് ക്ലോസ് എക്സാമിനേഷനിൽ വരുന്നത്? സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഓവർ ഡ്യൂ ഡെപ്റ്റ് ഇഫ് എനി, സംഘത്തിന് എന്തെങ്കിലും കുടിശ്ശിക കണക്കുകൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നോക്കണം. പിന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സുകൾ അല്ലെ, അക്കൗണ്ട് ബുക്കുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതികളെ കുറിച്ച് നോക്കണം. പിന്നെ സംഘത്തിലെ ഡോക്യുമെന്റും പിന്നെ സംഘത്തിന്റെ ബിസിനസ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മറ്റ് റെക്കോർഡ്സുകൾ ഉണ്ടല്ലോ, അതൊക്കെ എന്താണ് പരിശോധിക്കണം. ഇതൊക്കെ എന്താണ് ഓഡിറ്റിംഗിൽ വരുന്നതാണ്. പിന്നെ പറഞ്ഞ എന്താണ് പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. ഓഡിറ്റ് എന്താണ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ അവസാനം ഒരു ഓഡിറ്റ് റിപ്പോർട്ടും പ്രിപ്പയർ ചെയ്യണം അല്ലെ, പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ പറഞ്ഞ ആൻഡ് ഇൻക്ലൂഡ്സ്, ഇത് മാത്രമല്ല ഇനിയും കുറെ കാര്യങ്ങൾ കൂടെ ഈ ഓഡിറ്റിംഗിൽ ഉൾപ്പെടുന്നുണ്ട്. ഇൻക്ലൂഡ്സ് ആൻ ഇൻക്വയറി ഇൻ ടു ദ അഫെയർ ഓഫ് ദ സൊസൈറ്റി ആൻഡ് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ. സംഘത്തിന്റെ കാര്യങ്ങളും സംഘത്തിന്റെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അല്ലെ, സംഘത്തിന്റെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, അസർട്ടൻ ദ കറക്റ്റ്നെസ് ഓഫ് അക്കൗണ്ട് ആണ്, പ്രോപ്പർ ആയിട്ട് അതും എന്ത് ചെയ്യണം, വെരിഫൈ ചെയ്യണം. അല്ലെങ്കിൽ എന്താണ് പ്രോപ്പർ ആയിട്ട് അതും നമ്മൾ പരിശോധിക്കണം. അസർട്ടൻ ദ കറക്റ്റ്നെസ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് its activities were useful in promoting the economic welfare of the members in accordance with the cooperative principle എന്ന് പറയുന്നതാണ്. കാരണം സംഘത്തിന്റെ കാര്യങ്ങൾ, സംഘത്തിന്റെ സബ്സിഡറി ആയിട്ട് വരുന്നത് നീതി മെഡിക്കൽ സംഘത്തിന്റെ സബ്സിഡറി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ വരാം അല്ലെ, ഒരുപാട് സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷൻസുകളൊക്കെ സംഘത്തിന് വരാം. അപ്പോൾ സംഘത്തിന്റെ കാര്യങ്ങൾ, സംഘത്തിന്റെ സബ്സിഡറി ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, ഓഡിറ്റിംഗിൽ അതെല്ലാം നമ്മൾ ക്ലോസ് ആയിട്ട് എക്സാമിൻ ചെയ്യണം, അല്ലെ പ്രോപ്പറായിട്ട് വെരിഫൈ ചെയ്യണം. എന്നിട്ട് നോക്കണം അല്ലെ ഈ ആക്ടിവിറ്റീസ് ഒക്കെ അല്ലെങ്കിൽ പറയാം ആൻഡ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് ഇറ്റ്സ് ആക്ടിവിറ്റീസ് വെർ യൂസ്ഫുൾ ഇൻ പ്രൊമോട്ടിംഗ് ദ എക്കണോമിക് വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം ഒരു സഹകരണ സംഘം രൂപീകരിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ആ സഹകരണ സംഘത്തിലെ അംഗങ്ങളുടെ എക്കണോമിക് വെൽഫെയർ പ്രൊട്ടക്ട് ചെയ്യുക, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, സഹകരണ സംഘങ്ങൾ രൂപീകരിക്കുന്നത്. അപ്പം ഇവിടെ പറയുന്നതാണ് ഈ ഓഡിറ്റിംഗിൽ ഇതെല്ലാം പ്രോപ്പറായിട്ട് നോക്കണം അല്ലേ, അതായത് സഹകരണ സംഘങ്ങളിലെ അംഗങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ, സംരക്ഷിക്കാൻ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ, ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഉതകുന്നുണ്ടോ, ആൻഡ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് എന്നാണ് അല്ലേ, ആൻഡ് ടു ദ എക്സ്റ്റെന്റ് ടു വിച്ച് ഇറ്റ്സ് ആക്ടിവിറ്റീസ് വെർ യൂസ്ഫുൾ, അതായത് ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ സംഘത്തിലെ എന്താണ് പറയുക അംഗങ്ങളുടെ സാമ്പത്തിക താല്പര്യങ്ങൾ കാത്തു സൂക്ഷിക്കാൻ എന്താണ് ഉപകാരപ്പെടുന്നുണ്ടോ, യൂസ്ഫുൾ ആകുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം. പിന്നെ നോക്കണം എന്താണ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ എന്താണ് ആ കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസിന്റെ അടിസ്ഥാനത്തിലാണോ എന്നൊക്കെ നോക്കേണ്ടി വരും അല്ലേ. അപ്പൊ ഇത് നിങ്ങൾ ആലോചിക്കുക, നമ്മൾ ഒരു 1-2 പാരഗ്രാഫ് പറഞ്ഞാൽ ഈ ഓഡിറ്റിംഗ് തീരില്ല. കാരണം എന്താ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഓഡിറ്റിംഗിൽ. എന്താണ് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. പിന്നെ കൂട്ടിച്ചേർത്താണ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ത്രൂ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ എന്നൊക്കെയുള്ള കാര്യം നമ്മൾ ലേറ്റസ്റ്റ് അമെൻഡ്മെന്റിൽ കൂടെ കൂട്ടിച്ചേർത്താണ്. എന്താണ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ വെരിഫിക്കേഷൻ. ഈ ഓഡിറ്റിംഗിൽ വീണ്ടും അതാണ് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. കാരണം ഞാൻ ഇതൊരു ബൃഹത്തായ കാര്യമാണ്, വളരെ വലിയൊരു സംഭവമാണ്, അതിൽ കുറേ കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. പിന്നെ പറയുന്നത് ഇൻക്ലൂഡ്സ് ദ വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട് ത്രൂ സോഫ്റ്റ്വെയർ സൊല്യൂഷൻ. സോഫ്റ്റ്വെയർ സൊല്യൂഷനോട് എന്താണ് അക്കൗണ്ട്സുകളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യണം. ഓഡിറ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് മൈഗ്രേഷൻ ഓഫ് ഡാറ്റ ഇൻ ദ കേസ് ഓഫ് സൊസൈറ്റീസ് ഹൂസ് അക്കൗണ്ട്സ് ആർ കമ്പ്യൂട്ടറൈസ്ഡ്. ഇപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തിട്ടുള്ള സംഘങ്ങളുടെ എല്ലാ കാര്യങ്ങളും സോഫ്റ്റ്വെയർ വെച്ചുകൊണ്ട് നമ്മൾ പരിശോധിക്കണം. അതായത് സിസ്റ്റം ഓഡിറ്റും കൂടെ അവിടെ ഉൾപ്പെടുന്നു എന്നാണ് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മനസ്സിലാകുന്നത്. സിസ്റ്റം ഓഡിറ്റ് കേട്ടോ, സിസ്റ്റം ഓഡിറ്റും കൂടെ അവിടെ ഉൾപ്പെടുന്നുണ്ട് എന്ന് ഓർത്ത് വെച്ച്. ഇത്തരം കാര്യങ്ങൾ ഓക്കെ അല്ലേ. അപ്പക് സംഘം പഠിച്ചു, അസിസ്റ്റന്റ് സംഘം പഠിച്ചു, ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സും പഠിച്ചു. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ മനസ്സിലായി. സെക്ഷൻ 2A അപ്പക് സംഘം, A അസിസ്റ്റന്റ് സംഘം, പിന്നെ എന്താണ് പഠിച്ചത് AB ഓഡിറ്റിംഗ് ഓഫ് അക്കൗണ്ട്സ്. അടുത്താണ് AC ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ കുറിച്ചാണ് ഇനി നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് അല്ലേ. AC പറയുന്നത് എന്താണ്, ആനന്ദ് മാതൃക ക്ഷീര സഹകരണ സംഘം എന്നാണ് പറയുക. ആനന്ദ് പാറ്റേൺ ആപ്കോസ്, ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആപ്കോസിനെ, എങ്ങനെയാണ് ഇവരുടെ ആനന്ദ് പാറ്റേൺ മിൽക്ക് സൊസൈറ്റീസിനെ വ്യാഖ്യാനിക്കുന്നത്. പറയുന്നുണ്ട് ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് പ്രൈമറി ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പറഞ്ഞത് ഇതെന്താണ്, പ്രൈമറി ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി, മറ്റൊരു പേര് അതർവൈസ് നോൺ ക്ഷീരോത്പാദക സഹകരണ സംഘം.
പുറത്ത് വെച്ചേക്ക ആദ്യം മനസ്സിലാക്കി പോകേണ്ടത് ആനന്ദ് പാറ്റേൺ മിൽക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അത് പ്രൈമറി ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് അല്ലെ. പ്രൈമറി ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെങ്കിൽ എന്താണ് അതർവൈസ് നോൺ ആസ് ക്ഷീരോത്പാദക സഹകരണ സംഘം. ക്ഷീരോത്പാദക സഹകരണ സംഘം എന്ന് അറിയപ്പെടുന്നുണ്ട്. രജിസ്റ്റേർഡ് ഓൺ ഓർ ആഫ്റ്റർ ഫസ്റ്റ് ഡേ ഓഫ് ജനുവരി 1980. ഇപ്പൊ 1980 അല്ലെ 1980 ജനുവരി 1 അല്ലെങ്കിൽ ജനുവരി 1 അല്ലെങ്കിൽ അതിന് ശേഷമോ രൂപീകരിച്ച സംഘമായിരിക്കണം. ഇപ്പൊ പറയുന്നുണ്ട് പ്രൈമറി ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി അതർവൈസ് നോൺ ആസ് ക്ഷീരോത്പാദക സഹകരണ സംഘം രജിസ്റ്റേർഡ് ഓൺ ഓർ ആഫ്റ്റർ ഫസ്റ്റ് ഡേ ഓഫ് ജനുവരി 1980 അല്ലെ. ജനുവരി 1980 ഫസ്റ്റ് ഡേ ഓഫ് ജനുവരി 1980 അന്നോ അതിനുശേഷമോ രൂപീകരിച്ചതായിരിക്കണം. പിന്നെ പറയുന്നുണ്ട് ആൻഡ് ഫംഗ്ഷനിങ് ആസ് പെർ ദ മോഡൽ ബൈലോ ഓഫ് ആനന്ദ് പാറ്റേൺ. അപ്പൊ ആനന്ദ് പാറ്റേണിന്റെ മോഡൽ ബൈലോയുടെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത് അല്ലെ പറയുന്നുണ്ട് അല്ലെ. അതിന്റെ ഫംഗ്ഷൻ നമ്മൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതിന്റെ ഫംഗ്ഷനിങ് പ്രവർത്തിക്കുക ഏത് പ്രകാരം ആസ് പെർ ദ മോഡൽ ബൈലോ ഓഫ് ആനന്ദ് പാറ്റേൺ. അപ്പൊ ആനന്ദ് പാറ്റേണിന്റെ മോഡൽ ബൈലോ പ്രകാരം പ്രവർത്തിക്കുന്ന സംഘമായിരിക്കണം. വിത്ത് ദ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റീവ് ഓഫ് പ്രോക്യൂർമെന്റ് and marketing of milk and milk product and pouring marketable surplus of milk to the regional cooperative milk producers union RCMB എന്ന് പറയും. And for providing input to the dairy farmers within the area of operation of the society എന്ന് പറയുന്നുണ്ട്. എന്താ അവിടെ അർത്ഥമാക്കുക? ഇവിടെ പറയുന്നുണ്ട് അല്ലേ. എന്താണ് പറയുന്നത്? ആനന്ദ് പാറ്റേണിന്റെ മോഡൽ ബൈലോ പ്രകാരം പ്രവർത്തിക്കുന്നതും പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നതാണ് പ്രോക്യൂർമെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രൊഡക്റ്റ്. അപ്പൊ പാൽ ഉൽപ്പന്നങ്ങളും പ്രൊക്യൂർ ചെയ്യുക, മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന്റെ കൂടെ അതിന്റെ പവറിംഗ് മാർക്കറ്റ് സർപ്ലസ് ഓഫ് മിൽക്ക് പിന്നെ എന്താണ് അധികമായി വരുന്ന സർപ്ലസ് മിൽക്ക് എന്ത് ചെയ്യണം നമ്മൾ RCMBയിലേക്ക് കൈമാറണം അല്ലെ. സർപ്ലസ് ഓഫ് മിൽക്ക് ടു ദ റീജിയണൽ കോപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് ഞാൻ പഠിപ്പിക്കും കേട്ടോ. ഡയറിയിൽ നമുക്കറിയാം 3 ടയർ ആണ്. ടോപ്പ് ലെവൽ വരുന്നുണ്ട്, KCMMF വരുന്നുണ്ട്, പിന്നെ എന്താണ് RCMB വരുന്നുണ്ട്, പിന്നെ അപ്കോസ് ഒക്കെ വരുന്നുണ്ട്. അത് നമ്മൾ കോർപ്പറേഷൻ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്ത് തരും. അപ്പൊ ഇവിടെ നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. എന്താണ് മിച്ചം വരുന്ന സർപ്ലസ് ആയിട്ട് വരുന്നത് നമ്മൾ RCMBയിലേക്ക് നൽകണം. ആൻഡ് ഫോർ പ്രൊവൈഡിങ് ഇൻപുട്ട് ടു ദ ഡയറി ഫാർമേഴ്സ് വിതിൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ സൊസൈറ്റി. സംഘത്തിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്ന ആൾക്കാർക്ക് എന്താണ് ഡയറി ഫാർമേഴ്സ് എന്താണ് ഇൻപുട്ട് അല്ലെ പ്രൊവൈഡ് ഇൻപുട്ട് നൽകുക എന്ന് ഓർത്ത് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട ആവശ്യമായ കാര്യങ്ങൾ നൽകുക എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ നമുക്ക് മലയാളത്തിൽ വ്യാഖ്യാനിക്കുന്നത് പറഞ്ഞാൽ ആനന്ദ് മാതൃക ക്ഷീര സഹകരണ സംഘം അല്ലെങ്കിൽ ക്ഷീരോത്പാദക സഹകരണ സംഘം. മലയാളത്തിൽ പറയുന്നതും കൂടെ നിയമത്തിൽ എങ്ങനെയാണ് മലയാളത്തിൽ ഇവിടെ നിർവചിക്കുന്നതെന്ന് നോക്കാം. എന്നാൽ കേരളത്തിലെ ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി പറയുന്നത് ഓപ്പറേഷൻ ഫ്ലഡ് പദ്ധതി നടപ്പാക്കാൻ വേണ്ടി 1980 അതിനുശേഷമോ രജിസ്റ്റർ ചെയ്തതും ആനന്ദ് മാതൃകയിലുള്ള നിങ്ങൾ കേട്ടിരിക്കുക കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി കൂടുതൽ മനസ്സിലാവും അല്ലെ. ആനന്ദ് മാതൃകയിലുള്ള ബൈലോ പ്രകാരം പ്രവർത്തിച്ചു വരുന്നതും സംഘത്തിന്റെ പ്രവർത്തന പരിധിക്കുള്ളിൽ പാലും പാലുൽപ്പന്നങ്ങളും സംഭരിക്കുക നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് എന്താണ്? പാലും പാലുൽപ്പന്നങ്ങളും പ്രൊക്യൂർ ചെയ്യുക അല്ലെങ്കിൽ സംഭരിക്കുക, പിന്നെ ശീതീകരിക്കുക, വിപണനം നടത്തുക എന്നിവ പ്രാഥമിക ഉദ്ദേശമായിട്ടുള്ളതും ക്ഷീര കർഷകർക്ക് സാമഗ്രികൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻപുട്സുകൾ അല്ലെ പ്രദാനം ചെയ്യുന്നതുമായ ക്ഷീരോത്പാദക സഹകരണ സംഘം എന്നറിയപ്പെടുന്ന പ്രാഥമിക ക്ഷീര സഹകരണ സംഘം എന്നർത്ഥമാകുന്നു. ഇതാണ് മലയാളം പറഞ്ഞതുപോലെ മനസ്സിലാവുമോ? ഇതിൽ പറഞ്ഞ പോലെ എന്താണ് നമുക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നലെ പറയുകയാണെങ്കിൽ പ്രൈമറി ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ക്ഷീരോത്പാദക സഹകരണ സംഘം എന്ന് ഓർത്ത് കൊടുക്കുക. രജിസ്റ്റർ ചെയ്തെന്താണ് ഫസ്റ്റ് ഡേ ഓഫ് ജനുവരി 1980 അതിനുശേഷമോ 1980 ശേഷം അല്ലേ 1980 ഫസ്റ്റ് ഡേ ഓൺ ഓർ ആഫ്റ്റർ ഫസ്റ്റ് ഡേ ഓഫ് ജനുവരി 1 അതിനുശേഷമോ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആനന്ദ് പാറ്റേണിന്റെ മോഡൽ ബൈലോ അടിസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നതും പിന്നെ പറയുന്നുണ്ട് പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പാലും പാലുൽപ്പന്നങ്ങൾക്ക് എന്ത് ചെയ്യുക സംഭരിക്കുക, മാർക്കറ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ RCMBയിലേക്ക് സർപ്ലസ് ആയിട്ട് വരുന്ന കാര്യങ്ങളും മിൽക്ക് നൽകുക അല്ലേ. കാരണം അതാണ് അവരുടെ സെൻട്രലായിട്ട് വരുന്നത് അതാണ് അല്ലേ. നമ്മുടെ ആനന്ദ് പാറ്റേണിന്റെ സെൻട്രൽ വരുന്ന RCMBയും അതിന്റെ മുകളിലാണ് KCMMF അഥവാ മിൽമ വരുന്നത് നമുക്കറിയാം. പിന്നെ എന്ത് ചെയ്യുക അവിടുത്തെ കർഷകർക്ക് അല്ലേ ഫാർമേഴ്സിന് എന്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇൻപുട്സുകൾ അല്ലേ എന്താണ് അവരുടെ ആ ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഇൻപുട്സുകൾ നൽകുക എന്നുള്ളതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പം ഇതൊന്ന് മനസ്സിലാക്കിയേക്കുക കേട്ടോ. ഇതും ഒന്ന് മനസ്സിലാക്കിയേക്കുക. ഓക്കെ, AB എന്ന് പറയുന്നത് AC അല്ല AC എന്ന് പറയുന്ന ഓർത്ത് വെച്ചേക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. പിന്നത്തെ ഒരു ക്ലാസ് നമ്മുടെ KCS ആക്ട് റൂളിൻ്റെ
തുടക്ക ക്ലാസ് ആണ് അല്ലേ, സെക്ഷൻ 1 സെക്ഷൻ 2 തുടക്ക ക്ലാസ് ആയതുകൊണ്ട് നമ്മൾ ഇന്ന് മാത്രം ഒരു 25 മിനിറ്റിൽ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്ത ദിവസം മുതൽ ഞാൻ പറഞ്ഞു നമുക്ക് ഇച്ചിരി ടൈം എടുക്കും കേട്ടോ, 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 40-45 മിനിറ്റ് 50 മിനിറ്റോളം നമുക്ക് ക്ലാസ്സുകൾ വേണ്ടി വരും. എല്ലാം 20 മിനിറ്റ് തീർത്ത് കഴിഞ്ഞാലും നമുക്കത് ബുദ്ധിമുട്ടാകും. അപ്പം നമ്മൾ കൂടുതൽ എടുക്കുമെന്ന് ഓർത്ത് വെച്ചേക്ക്. ആക്ടാറുള്ള പ്രത്യേകിച്ച് സമയം നമുക്ക് കൂടുതൽ എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ തന്നെ എന്താണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ കണ്ടോ, നമ്മുടെ ചാനൽ നിങ്ങൾ നിങ്ങൾ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്യുക, ബെല്ലൈക്കനൊക്കെ ഒന്ന് എനേബിൾ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ദിവസം വരെ നമുക്ക് ഒരു PYQ സെഷനും കൂടെ നമുക്ക് ഇതിനോട് ഉൾപ്പെടുത്താം. ഈ ക്ലാസ്സിന് പുറമേ തന്നെ ഇപ്പം നമ്മളിത് സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ക്ലാസ് ആണ്. ഇതിന് പുറമെ നമുക്കൊരു കുറച്ച് PYQs കൂടെ ഇപ്പോൾ അടുത്ത പരീക്ഷ ഉടനെ നമുക്ക് വരുമല്ലോ. അപ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി അതിനു വേണ്ടി നമുക്ക് കുറച്ച് PYQ കൂടെ നമുക്ക് ചെയ്തു പോകാം കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.